തിരുവചനത്താൽ നമുക്ക് നിത്യനായ ദൈവത്തിൻ്റെ വെളിപ്പാടുകളെ നൽകിയ ത്രിയേക ദൈവത്തിന് സ്തോത്രം. തിരുവെഴുത്തിനെ തന്നെ നമുക്ക് ദാനമായി തന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിനായി അവിടത്തേക്ക് മഹത്വം അർപ്പിക്കുന്നു. നാം ഇന്ന് പാടിയതുപോലെ ആ ക്രൂശിലെ വലിയ സ്നേഹത്തെയും ത്യാഗത്തെയും നമുക്കോർത്ത് ദൈവത്തെ വാഴ്ത്തുവാൻ ഇടവരട്ടെ. നമ്മുടെ പാപഭാര ചുമടിനെ ചുമന്നൊഴിച്ച ദൈവപുത്രൻ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഏവർക്കും അറിയിക്കുന്നു. എബ്രായർക്കുള്ള ലേഖനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങളിലാണ് നാം ഈ കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് നിൽക്കുന്നത്. ഇന്ന് ആ ഭാഗം ഉപസംഹരിക്കാമെന്ന് ഞാൻ കരുതുന്നു. ഇല്ലെങ്കിൽ തുടരും ആഗ്രഹിക്കുന്ന കുറച്ച് ദിവസങ്ങളായിട്ട് അത് ഉപസംഹരിക്കണമെന്ന് കരുതിയാണ് തുടങ്ങുന്നതെങ്കിലും അത് വീണ്ടും നീണ്ടുപോകുന്നു. നമ്മൾ ഇന്നലെ ഏറ്റവും ഒടുവിലായിട്ട് ചിന്തിച്ചത് ഓർമ്മയുണ്ടല്ലോ, ഇത്ര വലിയ രക്ഷ. അതെ, ക്രിസ്തുവേശുവിലൂടെ നമുക്ക് ലഭിക്കുന്ന രക്ഷ തുല്യം ചൊല്ലാനില്ലാത്തതായി വലുതാണ്, അളവ് പറയാനൊക്കാത്തതായി വലിപ്പമേറിയതാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ ഇത്ര വലിയ രക്ഷയെന്ന് അതേപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. അതിന് കാരണം നാം നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. 15-ാമത്തെ കാരണമാണെന്ന് തോന്നുന്നു ഇന്നലെ നമ്മൾ ചിന്തിച്ചതല്ലേ? 15th. ഓക്കെ. അതിൽ നമ്മൾ കണ്ടത്, സ്തോത്രം, the unmatched benefits this salvation provides for us. നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് ഈ രക്ഷ നിമിത്തം ലഭിക്കുന്ന അതുല്യമായ പ്രയോജനങ്ങൾ, അതിൽ ചിലത് നമ്മൾ കണ്ടു. ബെനിഫിറ്റ്സ്, നമുക്ക് ലഭ്യമാകുന്ന ചില കാര്യങ്ങൾ. സ്തോത്രം. അതിൽ ഒന്ന് നമ്മൾ കണ്ടത് പരിശുദ്ധാത്മാവാണ്. എളുപ്പമൊന്ന് പറയാമോ? ഒന്ന് റീകളക്ട് ചെയ്യാമോ? നമുക്ക് എന്തൊക്കെയാ ലഭിക്കുന്നത്? No longer strangers or aliens, belong to the household of God. Yeah. That means the acceptance we got in Christ. നമുക്ക് ലഭ്യമായ സ്വീകരണം, പുത്രസ്വീകാര്യം എന്ന് നാം അതിൽ കണ്ടു. Yeah. He makes us a new creation. നമുക്ക് ഉണ്ടാകുന്ന ആ ട്രാൻസ്ഫോർമേഷൻ, ദൈവം നമുക്ക് തരുന്ന ആ പുതുക്കം, ഒരു പുതുമനുഷ്യനായി ദൈവം നമ്മെ സൃഷ്ടിക്കുന്നു. സ്തോത്രം. യാ. പിന്നീട് we receive the Holy Spirit. Yes, പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകുന്നു. ഇങ്ങനെ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാൻ പലതുമുണ്ട്. അത് പിന്നെയും ഒത്തിരി നീളുമെന്നതുകൊണ്ട് അവിടെ അങ്ങ് നിർത്തുകയാണത്. സ്തോത്രം. ഈ രക്ഷ നിമിത്തം നമുക്ക് ലഭിക്കുന്ന പ്രയോജനങ്ങൾ, ലാഭങ്ങൾ ഒക്കെയാണ് നാം ഈ ഭാഗത്ത് കണ്ടത്. വേറെ ഒന്നും, വേറെ ഒരു രക്ഷയും, വേറെ ഒരു ഉപദേശവും നമുക്ക് ഇങ്ങനെ ഒരു പ്രയോജനം നേടിത്തരുന്നില്ല. സ്തോത്രം. അതുകൊണ്ട് ഈ രക്ഷ, ഇത്ര വലിയ രക്ഷ, ഒന്നിനോടും താരതമ്യം ചെയ്യുവാൻ കഴിയാത്ത തരത്തിലുള്ള രക്ഷ.
രണ്ട് കാര്യവും കൂടെ ഇതോട് ചേർത്ത് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഇല്ലെന്ന് കരുതട്ടെ. എങ്കിൽ 16-ാമത്തേത്, നമ്മളിപ്പോൾ ചിന്തിച്ച 15-നോട് കുറേയൊക്കെ ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ്. 16-ാമത്തെ കാര്യവും, എന്തുകൊണ്ട് ഈ രക്ഷ ഇത്ര വലിയത് എന്നതിന് 16-ാമത്തെ കാരണമായി എനിക്ക് മനസ്സിലാകുന്നത്, ബിക്കോസ് ഓഫ് ഇറ്റ്സ് പ്രസന്റ് bestowings, endowments or experiences. ഈ രക്ഷ ഇത്ര വലിയതാകാനുള്ള 16-ാമത്തെ കാരണമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ രക്ഷ നിമിത്തം ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ, ഭാവിയിലല്ല, ഇപ്പോഴത്തെ നമ്മുടെ ജീവിതത്തിൽ, ഈ വർത്തമാനകാല ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന അനുഭവങ്ങൾ, അതിൻ്റെ ശ്രേഷ്ഠതകൾ. സ്തോത്രം. That means this salvation has something to provide us even now. ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ, ഈ ശരീരത്തിൽ നമ്മളായിരിക്കുമ്പോൾ പോലും ഈ രക്ഷയ്ക്ക് എന്തൊക്കെയോ നമുക്ക് തരുവാനായിട്ടുണ്ട്. സ്തോത്രം. ആ എൻഡോമെന്റ്സ്, സ്തോത്രം, അതാണ് 15-നോട് കുറേ ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞത്. അതിലൊന്നാണ്, സ്തോത്രം, ദ ജോയ് ഓഫ് സാൽവേഷൻ. ദിസ് സാൽവേഷൻ ഈസ് ഓഫ് കോഴ്സ് കൺസ്യൂമേറ്റഡ് ഇൻ ദ ഫ്യൂച്ചർ, ബട്ട് ഇറ്റ്സ് നോട്ട് only experienceable in the future, but it has an effect on the current day, the present day life. ഭാവിയിൽ മാത്രം അനുഭവിക്കുവാൻ കഴിയുന്ന എന്തോ ഒരു പ്രതീക്ഷയല്ലിത്. ക്രിസ്തീയ രക്ഷയ്ക്ക് ഒരു വർത്തമാനകാല മൂല്യമുണ്ട്, വർത്തമാനകാല മാനമുണ്ട്. സ്തോത്രം. ഇപ്പോൾ തന്നെ നാം നിത്യജീവൻ അനുഭവിക്കുന്നുണ്ട്. രക്ഷയുടെ അനുഭവം നമുക്കിപ്പോഴേ ഉണ്ട്. അതിൽ അതിപ്രധാനമായ അല്ലെങ്കിൽ ആദ്യത്തെ കാര്യമാണ് രക്ഷയുടെ സന്തോഷം എന്നുള്ളത്. ദ ജോയ് ഓഫ് സാൽവേഷൻ. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വേറെ ഒന്നുകൊണ്ടും ലഭിക്കാത്ത, വേറെ എങ്ങു നിന്നും ലഭിക്കാത്ത സന്തോഷത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കുവാനായിട്ട് സാധിക്കും. നമ്മളത് പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. വേദപുസ്തകം തരുന്ന, അല്ലെങ്കിൽ വേദപുസ്തകം വാഗ്ദത്തം ചെയ്യുന്ന ഏറ്റവും വലിയ സന്തോഷം രക്ഷയുടെ സന്തോഷമാണെന്ന്. സ്തോത്രം. ഏറ്റവും വലിയ സന്തോഷം നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതായതുകൊണ്ട് ഇതിൽ കൂടുതൽ അതേക്കുറിച്ച് പറയേണ്ടതില്ലെന്ന് കരുതുന്നു. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ സന്തോഷിക്കേണ്ടത് ജീവിത വിജയത്തിലോ ശുശ്രൂഷാ വിജയത്തിലോ ഒന്നുമല്ല, പകരം നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു എന്നതിനാൽ തന്നെ. ലൂക്കോസ് 10:20 നമുക്കറിയാമല്ലോ. സ്തോത്രം. വിജയകരമായ ശുശ്രൂഷ കഴിഞ്ഞിട്ട് സന്തോഷിച്ചു വന്ന ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞ കാര്യം അറിയാവുന്നതാണെങ്കിലും ഒന്നും കൂടെ വായിച്ചാട്ടെ. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രയും സന്തോഷിപ്പി.
സ്തോത്രം. അതുകൊണ്ടാണ് വിജയകരമായ ശുശ്രൂഷ എന്ന് ഞാൻ പറഞ്ഞത്. യേശു കർത്താവ് ശിഷ്യന്മാരെ രണ്ടായിട്ട് അയച്ചു. കർത്താവ് കൂടെ പോയില്ലായിരുന്നു. കർത്താവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ വിജയകരമായ ശുശ്രൂഷ കഴിഞ്ഞ് തിരികെ വന്നിട്ട് ഭൂതങ്ങളും അവർക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. അപ്പോൾ ഭൂതങ്ങൾ നമുക്ക് കീഴടങ്ങുന്നതോ കൃപാവരങ്ങളുടെ ശുശ്രൂഷ ചെയ്യുന്നതോ അല്ല, ഭൗതികമായ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതോ ഒന്നുമല്ല നമ്മുടെ സന്തോഷത്തിൻ്റെ ആധാരം. പകരം രക്ഷയാണ്. സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുന്നതാണ്. ആ സന്തോഷം ഇപ്പോൾ തന്നെ അനുഭവിക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ഈ രക്ഷ നിമിത്തം നമുക്ക് ഒട്ടും പ്രതീക്ഷയോ പ്രത്യാശയോ ഇല്ലാത്ത ഈ ലോകത്തിൽ ഈ രക്ഷയുടെ സന്തോഷം കലവറ കൂടാതെ അനുഭവിക്കുവാൻ ദൈവം ഭാഗ്യം തരുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 5:13 യോഹന്നാൻ പറഞ്ഞത്, 1 John 5:13, ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. that you may know eternal life is yours. You have eternal life. ഇപ്പോൾ നിങ്ങൾക്കതുണ്ട്. ഇപ്പോൾ നിങ്ങളത് അനുഭവിക്കുന്നു. സ്തോത്രം. രക്ഷ പൂർണ്ണമാകുന്നത് ഭാവി കാലത്താണ്. എന്നാൽ ഇപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ സ്വാധീനം, നമുക്കതിൻ്റെ അനുഭവങ്ങൾ ആസ്വദിക്കുവാൻ സാധിക്കും. മറ്റൊന്നാണ്, we can enjoy a new reconciled relationship with God. സ്തോത്രം. വർത്തമാനകാല ജീവിതത്തിൽ തന്നെ നാം അനുഭവിക്കുന്ന ഒരു ശ്രേഷ്ഠതയാണ് ദൈവത്തോടുള്ള നിരപ്പിൻ്റെ ബന്ധം. സ്തോത്രം. ദൈവത്തോടുള്ള നിരപ്പിൻ്റെ ബന്ധം. ഒരു പുതിയ ബന്ധത്തിലെ മാനം നമുക്ക് അനുഭവിപ്പാൻ കഴിയുന്നു. ഇതുവരെ ഇല്ലാതിരുന്ന ഒരു ബന്ധം. പിണങ്ങിയിരിക്കുന്ന 2 പേര് തമ്മിൽ ഇണങ്ങിക്കഴിയുമ്പോൾ ആ 2 ഹൃദയങ്ങൾക്കും ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. ഞാനത് അനുഭവിച്ചിട്ടുള്ളയാളാണ്. പണ്ടും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. രക്ഷിക്കപ്പെടുന്നതിനൊക്കെ മുമ്പ് എൻ്റെ അയലത്തുള്ള എൻ്റെ കൂട്ടുകാരനുമായി 1-2 വർഷങ്ങൾ പിണങ്ങിയിരുന്നതും പിന്നീട് ഞങ്ങൾ തമ്മിൽ ഇണങ്ങിയപ്പോൾ പറഞ്ഞറിയിക്കാനൊക്കാത്ത സന്തോഷം അനുഭവിച്ചതൊക്കെ. പിന്നെ ഞങ്ങൾ തമ്മിൽ വഴക്കൊക്കെ ഇട്ടു, പിന്നെ പോയി. ചെറുപ്പത്തിലെ കാര്യമാണ്, സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തോട് നിരന്നതിന് ശേഷമുള്ള ആ ഒരു ബന്ധത്തിൻ്റെ സന്തോഷം, അതിൻ്റെ ആസ്വാദനം ഭയങ്കര. സ്തോത്രം. അത് നമുക്ക് ഇന്നും അനുഭവിക്കാനായിട്ട് സാധിക്കും, ഈ ഭൂമിയിൽ വെച്ച് തന്നെ. We can enjoy the reconciliation, the reconciled relationship, a newly established relationship. പുതുതായി സ്ഥാപിക്കപ്പെട്ട ഒരു ബന്ധം.
കർത്താവുമായിട്ട് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. സ്തോത്രം. കർത്താവുമായി നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. അത് ഇപ്പോൾ തന്നെ നാം അനുഭവിക്കുന്ന ഒരു ബന്ധമാണ്. സ്തോത്രം. മറ്റൊരു കാര്യം നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നത് വർത്തമാനകാലത്തിൽ എ ന്യൂ പെർസ്പെക്റ്റീവ് about the future, about the sufferings, about this world itself, about the gains. It goes on. ഈ രക്ഷ നമുക്ക് നൽകുന്ന ഒരു പുതിയ കാഴ്ചപ്പാടുണ്ട്, ഒരു പുതിയ കാഴ്ചപ്പാട്. നമ്മുടെ ബോധ്യങ്ങളെ തന്നെ അത് മാറ്റുന്നു. ഒരു പുതിയ വീക്ഷണം നമുക്ക് തരുന്നു. After this salvation experience, our world view will be changed. ഈ രക്ഷാനുഭവം നാം പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലോകവീക്ഷണത്തിന് മാറ്റം ഉണ്ടാവും. കഷ്ടതകളോടുള്ള നമ്മുടെ സമീപനത്തിന് മാറ്റം ഉണ്ടാവും. ധനത്തോടുള്ള നമ്മുടെ ബന്ധത്തിന് മാറ്റം വരും. ശത്രുക്കളോടുള്ള നമ്മുടെ ബന്ധത്തിന് മാറ്റം ഉണ്ടാവും. അങ്ങനെ സമൂലമായ ഒരു പരിവർത്തനം. സ്തോത്രം. ഈ രക്ഷ നമുക്ക് നൽകിത്തരും. ഇത്ര വലിയ രക്ഷ. അപ്പൊ ഈ വർത്തമാനകാലത്തിലും ഈ രക്ഷയ്ക്കൊരു മാനവും സ്വാധീനവും ഉണ്ട്. ഇതിനോട് കൂട്ടിച്ചേർക്കാവുന്ന ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂട്ടിച്ചേർക്കുക. സ്തോത്രം. ഇങ്ങനത്തെ ഒരു വർത്തമാനകാല വശം ഉള്ളതുകൊണ്ട് ലോകമനുഷ്യരെ പോലെ നമ്മൾ സമ്മർദ്ദത്തിലാകുന്നില്ല. ബ്രാക്കറ്റിൽ നിട്ടേറെ ആകുന്നില്ലേ എന്ന്. സ്തോത്രം. ലോകമനുഷ്യരെ പോലെ നമ്മൾ ആകുലതയിൽ ആകുന്നില്ല, നിരാശ തോന്നുന്നില്ല, പകയും പിണക്കവും നമുക്ക് തോന്നുന്നില്ല, പ്രതികാര ചിന്തകൾ നമുക്ക് തോന്നുന്നില്ല. ഇതിനെല്ലാം ഈ പറഞ്ഞതുപോലെ ഇല്ലേ എന്ന് ചിന്തിച്ചോണം. അവരവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ബ്രാക്കറ്റിൽ കൊടുത്തേരെ. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവണം. അല്ലെങ്കിൽ ഈ രക്ഷയും ചത്തിരിക്കുക. പക്ഷെ ചത്തിരിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റേത് അല്ല. ഈ രക്ഷാനുഭവം പ്രാപിച്ചതാണെങ്കിൽ നമ്മുടെ അകത്ത് ഈ സന്തോഷത്തിൻ്റെ ഒരു തിമിർപ്പുണ്ടാവും. ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളോടും വിരക്തി ഉണ്ടായിട്ട് നാം അവയൊക്കെ പിന്നീട് കാണുന്നത് ഈ രക്ഷാനുഭവത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കും. അപ്പൊ ഈ വർത്തമാനകാലത്തിൽ തന്നെ നമുക്ക് ഇതെല്ലാം അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അനുഭവിക്കണം. ആകുലതകളും ഭയങ്ങളും എല്ലാം മാറി നമ്മൾ സ്വതന്ത്രരായി ദൈവസന്നിധിയിൽ ഈ രക്ഷ നിമിത്തമായിരിക്കാൻ നമുക്ക് സാധിക്കും.
എന്തെങ്കിലും വിശദീകരണം? ഇല്ലെങ്കിൽ 17-ാമത്തേത് നമുക്ക് നോക്കാം. The 17th reason why this salvation is so great is because of its future promise, or the promise for the future. ഈ രക്ഷ ഇത്ര വലിയതാകാനുള്ള 17-ാമത്തെ കാരണമാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഈ രക്ഷയ്ക്ക് ഭാവി കാലത്തേക്ക് തരാൻ കഴിയുന്ന വാഗ്ദത്തം, the promise and possibility, we can say the promise and the possibility we get. സ്തോത്രം. 17-ാമത്തെ കാര്യമാണ് ഈ രക്ഷ എത്ര വലുതായിരിക്കുമുള്ളത്. ഈ രക്ഷ നമുക്ക് തരുന്ന ഭാവികാല വാഗ്ദത്തം. ഈ രക്ഷ നമുക്ക് നൽകുന്ന ഭാവികാല വാഗ്ദത്തത്തെ കണക്കാക്കിയാൽ ഈ രക്ഷ വലിയ രക്ഷയാണ്. സ്തോത്രം. ഈ രക്ഷ വലിയ രക്ഷയാണ്. കൂടെ നിങ്ങൾ വരുന്നുണ്ടെന്ന് കരുതുന്നു. സ്തോത്രം. നമ്മൾ ഈ പറയുന്ന ക്രൈസ്തവ്യ രക്ഷ, സ്തോത്രം, നമുക്ക് ഭാവി കാലത്തെക്കുറിച്ച് ഊഷ്മളമായ ഭാവനകൾ നൽകുന്ന ഒരു രക്ഷയാണ്. സ്തോത്രം. ഈ രക്ഷ, ക്രിസ്തീയ രക്ഷ, നമുക്ക് ഭാവി കാലത്തെക്കുറിച്ച് ഓർത്ത് പുഞ്ചിരി തൂകുവാൻ ഇടതരുന്നതാണ്. 1-2 ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം. 1 പത്രോസ് 1-ാം അധ്യായം 3 മുതൽക്കുള്ള വാക്യങ്ങൾ, 3 തൊട്ട് 7 വരെയെങ്കിലും നോക്കാനുണ്ടെങ്കിലും ഇടയ്ക്ക് വെച്ച് നമുക്ക് നിർത്താം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. പത്രോസ് അവിടെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പത്രോസ് അവിടെ പറയുന്ന കാര്യങ്ങൾ കണ്ടോ? അതിലാദ്യമേ തന്നെ പത്രോസ് അവിടെ പറഞ്ഞിരിക്കുന്നത് ജീവനുള്ള പ്രത്യാശയ്ക്കായി, എ ലിവിങ് ഹോപ്പ്, ജീവനുള്ള പ്രത്യാശ. എന്നിട്ട് പറയുന്നത് ആ പ്രത്യാശ എന്തുവാ? അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ. ജീവനുള്ള പ്രത്യാശയായി നമുക്ക് നൽകപ്പെടുന്നത് എന്താണ്? അന്ത്യകാലത്ത് വെളിപ്പെടുവാനുള്ള രക്ഷ. Peter says, 1 Peter 1:3 following. Peter says, we are born again for a living hope. ജീവനുള്ള പ്രത്യാശയ്ക്കായി നാം വീണ്ടും ജനിച്ചിരിക്കുന്നു.
And what is that living hope? Here Peter says, the salvation which will be consummated for the latter days. The salvation that is ready to be revealed for you in the last time. സ്തോത്രം. അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ. ഈ രക്ഷ നമുക്ക് ഭാവിയിലേക്ക് ഒരു പ്രത്യാശ തരുന്നുണ്ട്. അതിനെ ഇവിടെ പത്രോസ് വിളിക്കുന്നത് ജീവനുള്ള പ്രത്യാശ എന്നാണ്. ജീവനുള്ള പ്രത്യാശ. അത് അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയെക്കുറിച്ചുള്ള പ്രത്യാശയാണ്. മാത്രമല്ല അവിടെ വീണ്ടും പറയുന്നത് സ്വർഗത്തിൽ എന്തോ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്ന. സ്തോത്രം. സ്വർഗത്തിൽ എന്തോ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. An inheritance which is beyond the reach, and it is reserved in heaven. സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന an inheritance, ഒരവകാശം. Praise God. നാം ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നമുക്ക് ഇവിടെ നാം കാണുന്നു ഒരവകാശമുണ്ട്. We have an inheritance. An inheritance. അത് reserved in heaven. അത് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ്. കണ്ടോ, ഇതെല്ലാം ഭാവിപരമാണ്. ഇതിനു മുമ്പ് നമ്മൾ ചിന്തിച്ചതൊക്കെ വർത്തമാനകാലത്തിൽ തന്നെ നമ്മൾ അനുഭവിക്കുന്നതാണ്. പക്ഷേ രക്ഷ എന്ന് പറയുന്നത് വർത്തമാനകാലം കൊണ്ട് അനുഭവിച്ച് തീർക്കാൻ ഒക്കുന്നതല്ല. Salvation cannot be enjoyed fully now on earth. Praise God. But it continues infinitely to the future. നമ്മൾ ഈ രക്ഷയെ ഇവിടുത്തെ ചില അനുഭവങ്ങൾ കൊണ്ട് അനുഭവിച്ച് തീർക്കുകയല്ല ചെയ്യുന്നത്. അത് അനന്തതയിലേക്ക് നീണ്ടു കിടക്കുക. സ്തോത്രം. അത് സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. പിന്നെ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? imperishable, Yeah. unfading, Then will not spoil. yeah. 3 കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് ഇവിടെ. നമുക്ക് സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അവകാശത്തെക്കുറിച്ച്. സ്തോത്രം. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത ഒരവകാശം. An inheritance beyond the reach of change and decay, unsullied and unfading. സ്തോത്രം. ക്ഷയിച്ചു പോകാത്ത, മാലിന്യങ്ങൾ ഒന്നും ബാധിക്കാത്ത. സ്തോത്രം. അപ്പം ക്ഷയവും വാട്ടവും മാലിന്യവും ഇല്ലാത്ത ഒരവകാശം. ഇവിടെ നമുക്ക് കിട്ടുന്ന എന്തിനും ഡിപ്രീഷിയേഷൻ ഉണ്ട്. ഇന്ന് നമ്മൾ
ഒരു 10 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു വണ്ടി വാങ്ങിച്ചു. ഒരു 3 മണിയായപ്പോഴത്തേക്കിനും വീട്ടിൽ കൊണ്ടുവന്നു. അല്ലെ 3 മണിക്ക് ഷോറൂമിൽ നിന്ന് നമുക്ക് താക്കോല് തന്നു. നെക്സ്റ്റ് മോമെന്റ്, അടുത്ത നിമിഷത്തിൽ, തൊട്ടടുത്ത നിമിഷത്തിൽ നാം ഇത് വിൽക്കാനായിട്ട് ഒരുങ്ങിയാൽ, നമുക്കറിയാം ആദ്യം അവര് ഡിപ്രീഷിയേഷൻ, ഇതിലെന്ത് വില ഇടിഞ്ഞിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ അങ്ങനെയുള്ള വിലയിടിവുകളൊന്നും ബാധിക്കാത്ത ഒരു രക്ഷയാണ് നമുക്ക് ഭാവിയിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട് തിരുവെഴുത്ത് തരുന്നത്. സ്തോത്രം. നാം ഈ ഭാവി പ്രത്യാശ എന്നൊക്കെ പറയുന്ന ഈ പ്രത്യാശയുടെ, അല്ലെങ്കിൽ ഈ രക്ഷയുടെ ഭാവിപരമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഭാവന കാണാറും ഓർക്കാറുമുണ്ട് എന്ന് ഞാനങ്ങ് കരുതുകയാണ്. സ്തോത്രം. അല്പം മുൻപ് എൻ്റെ ഒരു സ്നേഹിതനുമായിട്ട് ഞങ്ങളിങ്ങനെ സംസാരിക്കായിരുന്നു. അദ്ദേഹം ശുശ്രൂഷിക്കുന്ന സഭയിൽ ചില എനിക്കൊന്ന് 1.5-2 വർഷങ്ങൾക്ക് മുമ്പ് ശുശ്രൂഷിക്കാൻ എനിക്കൊരവസരം ഉണ്ടായി. എനിക്ക് മുൻപിലും പുറകിലുമായിട്ടാണെന്ന് തോന്നുന്നു, അതോ എനിക്ക് ശേഷമാണോ, വേറെ 2 ദൈവദാസന്മാരും കൂടെ അവിടെ ശുശ്രൂഷിച്ചു. അവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസൻ ദൈവവചനത്തെ വളരെ ബഹുമാനിക്കുന്ന ഒരു ദൈവദാസനാണ്. അതുകൊണ്ട് വചനം ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരെയാണ് അദ്ദേഹം അവിടെ സാധാരണ ഗസ്റ്റുകളായിട്ട് സ്വീകരിക്കാറുള്ളത്. എന്നാൽ ഈ 3 പേരും, ഈ വിളിക്കപ്പെട്ട 3 പേരും ഏതാണ്ട് ഒരേ രീതിയിൽ ഉപദേശം പറയുന്നവരായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ചർച്ചിലെ ചില സഹോദരങ്ങൾ എന്നിട്ട് ഈ ദേവദാസന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇനിയും ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ വേണ്ട. ഈ ദേവദാസൻ പറയായിരുന്നു, മുഖത്തു നോക്കി ഇത് വേണ്ടെന്ന് പറയുന്ന വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. ഈ ഒരു കൂട്ടരെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. എന്നിട്ട് അവര് വീണ്ടും പറഞ്ഞു, ഞങ്ങൾക്ക് പ്രോസ്പെരിറ്റി പ്രീച്ചിങ് മതി. മൂന്നാമതൊരു കാര്യം പറഞ്ഞു, ഇതുപോലെയുള്ളവരെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ ടെറിറ്ററി ഒന്ന് വിസ്തൃതമാക്കാൻ സഹായിക്കുന്നവരെ മതി. ഇങ്ങനെ ഉപദേശവും വചനവും പറയുന്നവരെ വേണ്ട. സ്തോത്രം. ഓഫ് കോഴ്സ് മലയാളി ചർച്ച്, മലയാളി സഭയുടെ കാര്യം പറഞ്ഞു. ഞങ്ങൾക്ക് പ്രോസ്പെരിറ്റി പറയുന്നവരെ മതി, സമൃദ്ധിയുടെ സന്ദേശം പറയുന്നവരെ മതി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ടെറിട്ടറി വലുതാക്കണം, ഞങ്ങളുടെ കുറ്റി വലുതാക്കണം, ഞങ്ങളുടെ പറമ്പ് വലുതാക്കണം, ഞങ്ങളുടെ അതിർത്തി വലുതാക്കണം, അങ്ങനെയുള്ളവരെ മതിയെന്ന്. സ്തോത്രം. ഭയങ്കര വേദന തോന്നി. ഇത് ഞാൻ നേരത്തെ കേട്ടിരുന്നു,
മറ്റൊരാൾ പറഞ്ഞ് ഞാൻ കേട്ടു, ഈ സഭയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അവിടുത്തെ ദൈവദാസനെ ഇവര് ഇങ്ങനെ ഇട്ട് ചുട്ടുകൊല്ലുന്നത് പോലെയുള്ള അനുഭവങ്ങളിൽ കൂടെയൊക്കെയാണ് ആ ദൈവദാസൻ പോകുന്നതെന്നൊക്കെ. എന്നാൽ ഇന്നാണ് ആ ദൈവദാസനുമായി നേരിട്ടൊന്ന് സംസാരിക്കാൻ അവസരം ഉണ്ടാകുന്നത്. അപ്പം ഞാൻ അങ്ങോട്ട് ചോദിക്കാതെ തന്നെ അദ്ദേഹം തൻ്റെ നൊമ്പരങ്ങൾ പറയുകയായിരുന്നു. സ്തോത്രം. എന്നാൽ കർത്താവ് നമുക്ക് സ്വർഗത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു ഒരവകാശം. അതിന് വാട്ടവും മാലിന്യവും ക്ഷയവും ഒന്നും ഏശാത്ത ഒന്ന. നോ ഡിപ്രീഷിയേഷൻ, വില കുറയുന്നില്ല. സ്തോത്രം. അപ്പോൾ കർത്താവ് നമുക്കൊരവകാശം വെച്ചിട്ടുണ്ട്. ആ അവകാശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുവാ? അറിയാമായിരിക്കുമല്ലോ. Christ himself. ക്രൈസ്റ്റ് ഹിംസെൽഫ്. ഇപ്പോഴത്തെ നമ്മുടെ വിഷയത്തോടനുബന്ധിച്ച് അതേ വിഷയത്തെ ഒരല്പം ഒന്ന് വ്യത്യാസപ്പെടുത്തി വേണം പറയാൻ. നോക്കിക്കാട്ടെ, റോമൻസ് 8:16-17. റോമർ 8:16-17. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. അവകാശത്തെക്കുറിച്ചും കൂട്ടവകാശത്തെക്കുറിച്ചുമായി പറഞ്ഞത് നമുക്കതറിയാം. ഇനി അതെന്താണെന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്. അടുത്ത വാക്യം: നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാൽ അത്രേ. സ്തോത്രം. അപ്പം ദൈവത്തിൻ്റെ അവകാശവും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശവുമായി നമുക്ക് മക്കളെന്ന നിലയിൽ ലഭിക്കുന്നത് എന്താണ്? ഭാവിയിലെ കാര്യം നോക്കിയാൽ മതി. ഇപ്പം നമ്മൾ ഭാവിയിലെ നോക്കുന്നത്. ഭാവിയിൽ നമുക്ക് എന്താ അവകാശമായിട്ട് ലഭിക്കാൻ പോകുന്നത്? ഈ വാക്യങ്ങളിൽ പറയും: Glorification. ഗ്ലോറിഫിക്കേഷൻ, ഗ്ലോറി, ഒരു തേജസ്, തേജസ്കരണം. അത് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. സ്തോത്രം. പ്രൈസ് ഗോഡ്. അതേക്കുറിച്ച് നമ്മളെ ഭാവന കാണാറുണ്ടോ? യഥാർത്ഥത്തിലെ രക്ഷാനുഭവം നമ്മെ അതിനുവേണ്ടി ഉത്സാഹിപ്പിക്കും. സ്തോത്രം. യഥാർത്ഥത്തിലെ രക്ഷാനുഭവം നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്സിന് വേണ്ടിയിട്ട് ഒരുങ്ങാൻ സഹായിക്കും. സ്തോത്രം. അടുത്ത വാക്യം കൂടെ വായിച്ചു അതിനോട് ചേർത്ത്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ പോയി. തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. കഷ്ടങ്ങൾ സാരമില്ല. സ്തോത്രം. നമ്മിൽ വെളിപ്പെടുവാനുള്ള ആ തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ, ഈ കാലത്തിലെ, രണ്ടുമുണ്ട്, ഈ കാലത്തിലെ അല്ലെങ്കിൽ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇപ്പൊ തേജസ്സിന്റെ ഒരു പ്രത്യാശ.
പിന്നെ നമുക്ക് ലഭിക്കുവാനിരിക്കുന്ന അതിശ്രേഷ്ഠകരമായ അവകാശമായി നമ്മൾ അവിടെ പ്രാപിപ്പാൻ പോകുന്ന അവകാശം, ഒന്ന്, പൊതുവെ നമ്മൾ പറയുന്നു ക്രിസ്തു. ഇന്ന് നമ്മൾ കുറച്ചും കൂടെ ഈ വിഷയത്തോടനുബന്ധിച്ച് കുറച്ചും കൂടി ഇറങ്ങിച്ചെല്ലുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് തരുവാൻ വേണ്ടി ദൈവം സ്വർഗത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അവകാശം, സ്തോത്രം, എന്തായിരിക്കും? ഒന്നാമത്തേത് തേജസ് നമ്മൾ കണ്ടു. രണ്ടാമത്തേത് മുമ്പും നമ്മൾ പറഞ്ഞിട്ടുള്ളതുപോലെ ക്രിസ്തുവിനെ, നമ്മുടെ ദൈവത്തെ നമുക്ക് മുഖാമുഖം, ദൈവം ആയിരിക്കുന്നതുപോലെ ദൈവത്തെ മുഖാമുഖം കാണുന്നതിനുള്ള, അഭിമുഖീകരിക്കുന്നതിനുള്ള സാധ്യത, അത് കർത്താവ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുക. അതും സ്തോത്രം. ഇതെല്ലാം സ്വർഗത്തിൽ ഇങ്ങനെ നമുക്ക് വേണ്ടി അടച്ചു സൂക്ഷിച്ചിരിക്കുക. വളരെ മനോഹരമായ ഒരു പ്രയോഗമാണ്. നമുക്ക് വേണ്ടി ചിലത് സ്വർഗത്തിൽ ദൈവം സൂക്ഷിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടു അത്. അതിൻ്റെ മറുഭാഗം എന്താണ്? ഈ ഭൂമിയിൽ നമ്മളെ ദൈവം വിശുദ്ധീകരിച്ച് തനിക്കായിട്ട് തന്നെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. പ്രൈസ് ഗാഡ്. രണ്ട് കാര്യങ്ങളും കൂടെ യോജിപ്പിക്കാൻ പറ്റുമല്ലോ. സ്തോത്രം. മനസ്സിലായല്ലോ? നമുക്ക് വേണ്ടി അവിടെ ഒരു അവകാശം സംരക്ഷിച്ച് സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. ഭൂമിയിൽ ഇവിടെ അവിടുത്തേക്കായി നമ്മളെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. എത്ര മ്യൂച്വലായിട്ടുള്ള, അല്ലെ, പരസ്പരമായിട്ടുള്ള ഒരു വിലപ്പെട്ട സംഗതിയാ. സ്തോത്രം. നമുക്ക് കർത്താവിനെ മുഖാമുഖം കാണുന്നതിനുള്ള ഭാഗ്യം, അതൊക്കെ നമ്മുടെ ഭാവനയിൽപ്പെട്ട കാര്യങ്ങളാണോ? സ്തോത്രം. These should be our fascination. സ്തോത്രം. ഇതൊന്നും നമ്മുടെ ഫാസിനേഷൻ അല്ലെങ്കിൽ, ഇതൊന്നും നമ്മുടെ സ്വപ്നങ്ങളല്ലെങ്കിൽ, പിന്നെ മറ്റു പലതിലേക്കും നമ്മുടെ ശ്രദ്ധ പോകും. അതൊക്കെ നമ്മുടെ ആസ്വാദനങ്ങളായിട്ട് മാറും. സ്തോത്രം. എന്നാൽ ഇത് നമ്മുടെ ആസ്വാദനമായാൽ ലോകത്തിൻ്റെ യാതൊരു വിധമായ കാര്യങ്ങളും നമുക്ക് ഫാസിനേറ്റിംഗ് ആയിട്ട്, കണ്ണഞ്ചിപ്പിക്കുന്നതായിട്ട്, മോഹിപ്പിക്കുന്നതായിട്ട് തോന്നത്തില്ല. ഇപ്പം ക്ഷയവും വാട്ടവും മാലിന്യവും ഒന്നും ഏശിടാതെ നമുക്ക് വേണ്ടി ഒരു നിത്യമായ അവകാശം സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ രക്ഷയുടെ വാഗ്ദത്തം, ഭാവിയിലേക്കുള്ള വാഗ്ദത്തം. സ്തോത്രം. അത് ഈ രക്ഷയെ എന്താക്കുന്നു? ഇത്ര വലിയ രക്ഷയാക്കുന്നു. സ്തോത്രം. തേജസ് പ്രാപിക്കുക, കർത്താവിനെ മുഖാമുഖം കാണുക. സ്തോത്രം. ഇങ്ങനെയുള്ള കാരണങ്ങളാൽ ഈ രക്ഷ
ഇത്ര വലിയ രക്ഷയായിരിക്കുന്നു. സ്തോത്രം. ഇതുവരെയുള്ളതിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. ഒന്നുമില്ല എന്ന് കരുതട്ടെ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇത്ര വലിയ രക്ഷയെ നമുക്ക് ദാനമായിട്ട് തന്ന, ഒരു വലിയ വില കൊടുത്ത് അത് നമുക്ക് വാങ്ങി നമുക്ക് സൗജന്യമായിട്ട് തന്ന നമ്മുടെ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും അർപ്പിക്കുവാൻ നമുക്കിടയാകട്ടെ. സ്തോത്രം. അത് നമ്മുടെ ധ്യാനമായിരിക്കട്ടെ. അത് നമ്മുടെ സ്വപ്നമായിരിക്കട്ടെ. ആരെങ്കിലും ക്രൂശിൽ മരിച്ച, ഉയർത്തെഴുന്നേറ്റ, സകല മാനവജാതിയുടെയും പാപത്തിന് പരിഹാരമായി തന്നെത്താനെ ഏൽപ്പിച്ച ദൈവപുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചിട്ടില്ലെങ്കിൽ കടന്നു വരിക, ക്രിസ്തുവിൽ വിശ്വസിക്കുക, വിശ്വാസ സ്നാനം സ്വീകരിക്കുക. കർത്താവായ യേശുവിൻ്റെ മടങ്ങിവരവിനായി, നമ്മുടെ തേജസ്കരണത്തിനായി നമുക്കൊരുങ്ങി കാത്തിരിക്കാം. ഈ രക്ഷയിൽ നമുക്ക് സന്തോഷിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.